ഹോലിയും ജീനാന് വേണ്ടിയിട്ട് ഫുഡ് ഉണ്ടാക്കുന്നു. ഈ ഒരു സമയത്ത് ഹോലി തലകറങ്ങി വീണിട്ടുണ്ടായിരുന്നതിനെ കുറിച്ച് ഓർത്തിട്ടുണ്ടായിരുന്ന ജീനാനും ഇപ്പോൾ യാങ്ങിനെ കോൾ ചെയ്ത് ആ ഒരു വിവരമൊക്കെ അറിയിക്കുകയാണ്. ഹോലി തലകറങ്ങി വീണിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് അവന്റെ ബോഡിയിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നുകയും ചെയ്തു. നീ മറ്റെന്തെങ്കിലും പ്ലാനൊക്കെ മനസ്സിൽ കണ്ടിട്ടാണോ എന്റെ അടുത്ത് ഹുലിനെ വിട്ടിട്ടുണ്ടായിരുന്നത്? എന്ത് തന്നെ ആയാലും ഞാൻ ഉടനെ തന്നെ അവന്റെ എന്റർടൈൻമെന്റ് കമ്പനിയെ കോൺടാക്ട് ചെയ്ത് അവന്റെ കാര്യങ്ങളൊക്കെ അറിയിക്കുന്നതായിരിക്കുമെന്ന് ജിനാൻ പറയുമ്പോഴത്തേക്കും, എന്റർടൈൻമെന്റ് കമ്പനിയെ നീ ഒരിക്കലും കാര്യങ്ങൾ അറിയിക്കരുത്. അവനെ കൊല്ലുവാനായിട്ടാണ് ശ്രമിക്കുന്നത്. എന്തായാലും നമുക്ക് നേരിട്ട് കണ്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കാമെന്ന് പറഞ്ഞ് യാങ് കോൾ കട്ട് ചെയ്യുന്നു. എന്റെ പ്ലാൻസ് എല്ലാം തന്നെ നശിപ്പിച്ചത് നീയാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഫെയിം ബേയുടെ അടുത്ത് ഒരുപാട് ദേഷ്യപ്പെടുന്നു. ഹൂലിനെ കണ്ടെത്തുവാനായിട്ട് എനിക്കും ആഗ്രഹമുണ്ട്. ഞാനും കഫേയിൽ പോയി അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അത് ഹൂലി അല്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഫെയിനെ വിശ്വസിപ്പിക്കാനായിട്ടായിരുന്നു ബേ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെയിരിക്കെ പണ്ട് നടന്ന മറ്റൊരു സംഭവത്തെക്കുറിച്ച് ഈ ഫെയിം ഓർക്കുന്നു. പണ്ട് ഈഫയും ഹുലിനെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഈഫയ് ഒരു കുട്ടിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു അവനും അതിനെ എതിർത്തത്. കൂടാതെ ഈഫയുടെ അടുത്ത് അവന് ഒരു രീതിക്കുള്ള സ്നേഹവും ഇല്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും, എന്റെ അച്ഛൻ ചെയർമാനാണ്, അതുകൊണ്ട് തന്നെ നീ എന്നെ വിവാഹം കഴിക്കുകയാണെങ്കിൽ നിനക്ക് ആവശ്യമുള്ള എല്ലാം തന്നെ ലഭിക്കുന്നതായിരിക്കും, നിനക്ക് വലിയ സ്റ്റാർ ആകുവാനായിട്ട് സാധിക്കുമെന്നൊക്കെ അവൾ പറയുന്ന സമയത്ത്, നീ എപ്പോഴും നിന്റെ അച്ഛനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അതിന്റെ ആവശ്യമൊന്നുമില്ല. നീ അദ്ദേഹത്തെ ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യുന്നത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അത് കൂടാതെ നിന്റെ അച്ഛന്റെ കമ്പനിയൊക്കെ നിലനിന്ന് പോകുന്നത് തന്നെ ഞാൻ കാരണമാണ്. സോ ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുകയാണെങ്കിൽ തന്നെ എനിക്ക് നല്ല രീതിക്ക് വർക്കൊക്കെ കിട്ടും. എനിക്കും വലിയൊരു സ്റ്റാറായി മാറുവാനായിട്ടും സാധിക്കും. സോ നീ ഇപ്പോൾ പഠിക്കുകയൊക്കെയാണ് ചെയ്യേണ്ടത്. എന്തായാലും ഈ ഒരു പ്രപ്പോസൽ ഞാൻ ഒരിക്കലും സ്വീകരിക്കുകയില്ല എന്ന് പറഞ്ഞ് അവനും പോകുന്നു. ഇന്നേ വരെ അവളെ ആരും തന്നെ റിജക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എങ്ങനെയും ഹോലിനെ കൊണ്ട് പ്രണയിപ്പിക്കണമെന്നൊരു ചിന്ത മാത്രമായിരുന്നു അന്ന് അവൾക്കുണ്ടായിരുന്നതും. ഹോലി ഒരു AI ആണെന്നും മനുഷ്യനല്ല എന്നും ആ ഒരു കാരണം കൊണ്ട് തന്നെ ഹുലിനെ ഇല്ലാതാക്കുവാനായിട്ടാണ് ഇപ്പോൾ എന്റർടൈൻമെന്റ് കമ്പനിക്കാരെ ശ്രമിക്കുന്നതെന്നുമുള്ള കാര്യം യാങ്ങും ജീനനെ അറിയിക്കുകയാണ്. കുക്ക് ചെയ്യുന്നതിനിടയ്ക്കായിട്ട് ഇലക്ട്രിക് ഷോക്ക് ഒക്കെ അടിച്ചിട്ടുണ്ടായിരുന്ന ഹൂലിയുടെ ഉള്ളിലേക്ക് ഒരുപാട് മെമ്മറീസ് ഒക്കെ കടന്നു വരികയാണ്. സോ അവനും ബോധം കെട്ട് വീഴുന്നു. എന്തുതന്നെ ആയാലും അവനൊരു AI മാത്രമാണെന്നൊക്കെ വിശ്വസിച്ചുകൊണ്ട് ഇപ്പോൾ അവനെ കാണുവാനായിട്ട് ചീരൻ തിരിച്ച് വീട്ടിലെത്തി കഴിയുമ്പോഴത്തേക്കുമാണ് ഷോക്കേറ്റ് നിലത്ത് കിടക്കുന്ന അവനെ കണ്ടിട്ടുണ്ടായിരുന്നത്. ആദ്യം അവൻ അങ്ങനെ കിടക്കുന്നത് കാണുമ്പോഴത്തേക്കും അവൾ ഒരുപാട് പേടിച്ചു പോകുന്നുണ്ട്. അവളും കരഞ്ഞുകൊണ്ട് അവനെ വിളിച്ച് എണീപ്പിക്കുവാനായിട്ട് ശ്രമിക്കുന്നു. പിന്നീട് എണീറ്റിട്ടുണ്ടായിരുന്ന അവന്റെ ബോഡിയിൽ യാതൊരു വിധത്തിലുള്ള മുറിവുകളും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവന് സ്വന്തമായിട്ട് ഹീൽ ചെയ്യുവാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്നുള്ള കാര്യം എല്ലാം തന്നെ അവളും മനസ്സിലാക്കുകയാണ്. പിന്നീട് അവർ തമ്മിൽ സംസാരിക്കുമ്പോഴത്തേക്കും തന്റെ ഉള്ളിൽ വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു മെമ്മറീസിനെ കുറിച്ചൊക്കെ അവനും ഷെയർ ചെയ്യുന്നു. പക്ഷേ ഹോലി എന്ന പേരുള്ളത് ഒരു മനുഷ്യനൊന്നും അല്ല എന്നായിരുന്നു അവളും തിരിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നിനക്ക് വേണ്ടി ഫുഡൊക്കെ ഉണ്ടാക്കുവാനായിട്ടായിരുന്നു ഞാൻ ശ്രമിച്ചത്. അതിനിടയ്ക്കാണ് ഇലക്ട്രിക് ഷോക്ക് വന്നിട്ട് ഞാൻ ഷോക്കടിച്ച് വീണിട്ടുണ്ടായിരുന്നതും. എന്തായാലും ഞാൻ നിന്നെ വിട്ട് ഒരിക്കലും പോവുകയില്ല. നീ പേടിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് അവനും കുളിക്കുവാനായിട്ട് കയറുന്നു. പിന്നീട് ബാത്റൂമിൽ നിന്നും ഒരു നിലവിളി ശബ്ദം കേട്ടിട്ടുണ്ടായിരുന്ന ജീനാനും അവനെ വീണ്ടും ഷോക്ക് അടിച്ചോ എന്നൊക്കെ പേടിച്ചുകൊണ്ട് ബാത്റൂമിനകത്തേക്കൊക്കെ കയറി ചെന്ന സമയത്തായിരുന്നു അവനൊരു പിമ്പിളൊക്കെ വന്നതുകൊണ്ടായിരുന്നു ഇതുപോലെ നിലവിളിച്ചിട്ടുണ്ടായിരുന്നെന്ന കാര്യമൊക്കെ അവളും മനസ്സിലാക്കുന്നത്. ജീനാന്റെ എക്സിന്റെ ഇപ്പോഴത്തെ ലവർ ആയിട്ടുള്ള സോങ്ങും ഇപ്പോൾ ജീനനെ കാണുവാനായിട്ട് കഫേയിൽ എത്തിക്കാണ്. പക്ഷെ അവളാകട്ടെ ലീവിലായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ജീനാന്റെ ഫ്രണ്ടിന്റെ അടുത്തായിട്ടും ജീനാനെ കുറിച്ചും പുതിയതായിട്ട് ഇവിടെ വർക്കിന് വന്നിട്ടുള്ള ആ ഒരു പയ്യനെ കുറിച്ചും സോങ്ങും ചോദിക്കുകയാണ്. അതേസമയം ജീനാന്റെ ഫ്രണ്ട് അവർ ഡേറ്റിനൊക്കെ പോയിരിക്കുകയാണെന്നും അതുകൊണ്ടാണ് അവൾ ലീവ് എടുത്തതെന്നുമുള്ള രീതിക്കാണ് സംസാരിക്കുന്നത്. നാളെ എനിക്ക് അവളെ കണ്ടേ പറ്റൂ. അവളെങ്ങാനും വന്നില്ലെങ്കിൽ അവളുടെ വീടിന്റെ അഡ്രസ് എല്ലാം തന്നെ ഞാൻ സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. സോ ഹോലിക്കെതിരായിട്ട് എഴുതിയ ആളെ കണ്ടെത്തുവാനായിട്ടാണ് ഹോലിയുടെ ഫാൻസ് എല്ലാം തന്നെ ശ്രമിക്കുന്നത്. അത് അവൾക്ക് തന്നെ കൂടുതൽ പ്രശ്നമാകുന്നതായിരിക്കുമെന്ന് പറഞ്ഞ് സോങ്ങും പോകുന്നു. ഈഫനെ ബെയ്യും തിരിച്ചു കൊണ്ടുവന്നാക്കുന്നു. നീ എത്രയൊക്കെ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും നീ ഒരിക്കലും ഹൂലിനെ പോലെ ആവുകയില്ല. അതുകൊണ്ട് തന്നെ എന്നെ സെഡ്യൂസ് ചെയ്യുവാനായിട്ടൊന്നും ശ്രമിക്കേണ്ടെന്ന് പറഞ്ഞിട്ടായിരുന്നു അവളും പോയത്. ഹൂലി എന്തൊക്കെ സാധനങ്ങൾ കഴിക്കുവാനായിട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതെല്ലാം തന്നെ ഹൂലിക്ക് വേണ്ടി കൊടുക്കുകയാണ് ചീനാനും. ഇത്രയും നാളും ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ, പെട്ടെന്ന് എങ്ങനെയാണ് ഇവൾക്ക് എന്റെ അടുത്ത് കൂടുതൽ സ്നേഹമൊക്കെ തോന്നിയതെന്ന് അവനും ഓർക്കുന്നു. എന്തായാലും അവളെ ലീവ് പോലും എടുത്തിട്ടാണ് ഇപ്പോൾ അവനെ നോക്കുന്നത്. അതൊക്കെ ഓർത്തിട്ടുണ്ടായിരുന്ന അവനും അവൾ തന്റെ അടുത്ത് സിൻസിയർ ആയിട്ടാണ് നിൽക്കുന്നതെന്നൊക്കെ തോന്നുന്നു. അതേസമയം അവളാകട്ടെ അവനൊരു AI ആണെന്നുള്ള കാര്യമൊക്കെ ഓർമ്മയിൽ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ആ ഒരു വിവരം ഹൂലി അറിയിക്കുകയാണെങ്കിൽ അവനാകെ തകർന്നു പോകുന്നതായിരിക്കുമല്ലോ എന്ന് ഓർത്തുകൊണ്ട് ആ കാര്യങ്ങളെല്ലാം തന്നെ അവന്റെ അടുത്തുനിന്ന് മറച്ചു വെക്കുകയാണ് അവളും. രാത്രി ജീനാനും ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. അവനൊരു AI ആയതുകൊണ്ട് തന്നെ അവന് റീചാർജ് ചെയ്യേണ്ടതായിട്ട് വരുമല്ലോ. സോ എവിടെയായിരിക്കും പ്ലഗ് ഉണ്ടായിരിക്കുക എന്നുള്ള കാര്യം ഒന്നും തന്നെ തനിക്ക് അറിയുകയില്ലാത്തത് കൊണ്ട് തന്നെ അതിനെക്കുറിച്ച് അന്വേഷിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്ന അവളും നേരെ അവൻ കിടന്നുറങ്ങുന്ന റൂമിലേക്കും എത്തുന്നു.
പക്ഷെ അവനും ജീനാനെ കുറിച്ചൊക്കെ ആലോചിച്ച് കിടക്കുകയായിരുന്നു. അങ്ങനെയിരിക്കെ ഡോറ് തുറന്ന് ജീനാൻ വരുന്നത് കണ്ടിട്ടുണ്ടായിരുന്ന അവനും ഉറങ്ങുന്നത് പോലെയൊക്കെ അഭിനയിക്കുന്നു. അതേസമയം അവിടെ എത്തിയിട്ടുണ്ടായിരുന്ന ജീനാനാകട്ടെ അവന്റെ ബോഡിയിൽ എവിടെയെങ്കിലും പ്ലഗ് കുത്തുവാനായിട്ടുള്ള എന്തെങ്കിലും സംവിധാനം ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുകയായിരുന്നു. ചിലപ്പോൾ തന്നോടുള്ള സ്നേഹം കൊണ്ടായിരിക്കും അവൾ ഇതുപോലെ രാത്രി ഉറങ്ങിയതിന് ശേഷം വന്നിട്ടുണ്ടാവുക എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അവനും അവളെ കിസ് ചെയ്യുവാനായിട്ടൊക്കെ തുടങ്ങുകയാണ്. പക്ഷെ ജീനാൻ പെട്ടെന്ന് തന്നെ അവനെ മാറ്റിക്കിടത്തിയിട്ട് അവിടെ നിന്നും ഇറങ്ങി ഓടുന്നു. ജീനൻ വളരെ മനോഹരമായ ഒരു ഡ്രസ്സ് ഇട്ടിരിക്കുന്ന സമയത്ത് അവളുടെ അടുത്തേക്ക് ഹൂലിയും എത്തുകയാണ്. കൂടാതെ ഹൂലിയും അവളുടെ കാലിൽ ഷൂസ് ഒക്കെ അണിയിച്ചു കൊടുത്തിട്ട് അവളെ പ്രപ്പോസ് ചെയ്യുന്നു. അവളെ വിവാഹം കഴിക്കുവാനായിട്ട് സമ്മതമാണെന്ന് അറിയിക്കുന്നു. അതിനുശേഷം അവർ കിസ് ചെയ്യുവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും ആയിരുന്നു ഇതെല്ലാം തന്നെ തന്റെ വെറും ഒരു സ്വപ്നം മാത്രമാണെന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ജീനാനും എണീക്കുന്നത്. ഹൂലി ആകട്ടെ അവളുടെ അടുത്ത് തന്നെ അലാറവും വെച്ച് ഇരിപ്പുമുണ്ട്. സത്യം പറ, നീ എന്നെ കിസ് ചെയ്യുന്ന സ്വപ്നമൊക്കെ കണ്ടല്ലേ കിടന്നിട്ടുണ്ടായിരുന്നെന്ന് ഹൂലിയും ജീനാനോട് ചോദിക്കുന്നു. അതിനുശേഷം ജീനാന് നല്ല ഡ്രസ്സൊക്കെ മേടിച്ചു കൊടുക്കുവാനായിട്ട് തനിക്ക് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞതിന് ശേഷം അതിനു വേണ്ടിയിട്ട് നമുക്ക് നല്ല രീതിക്ക് തന്നെ കഷ്ടപ്പെടാമെന്ന് പറഞ്ഞിട്ട് കഫേയിലേക്ക് പോകുവാനായിട്ടുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഹൂലിയും ജീനാനും ഉണ്ടായിരുന്നത്. ഹൂലി കഫേയിലെത്തി കഴിയുമ്പോഴത്തേക്കുമായിരുന്നു അന്നത്തെ ദിവസം യുവാന്റെ ബർത്ത്ഡേ ആണെന്നുള്ള കാര്യമെല്ലാം തന്നെ അവനും മനസ്സിലാക്കുന്നത്. ജീനാന്റെ എക്സ് ആണല്ലോ യുവാൻ. അങ്ങനെ ഇരിക്കെ സോങ് ബർത്ത്ഡേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ജീനാന്റെ ഷോപ്പിൽ നിന്നുമായിരുന്നു. അങ്ങനെ വരുമ്പോഴത്തേക്കും ജീനാന് ബർത്ത്ഡേ ഫംഗ്ഷന് പങ്കെടുക്കേണ്ടതായിട്ട് വരും. അഥവാ പങ്കെടുത്തില്ല എങ്കിൽ അവളുടെ ഡീറ്റെയിൽസ് ഒക്കെ സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്യുമെന്നായിരുന്നല്ലോ സോങ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ മറ്റു മാർഗങ്ങളില്ലാതെ ജീനാനും യുവാന്റെ ബർത്ത്ഡേ ഫംഗ്ഷന് സാധനങ്ങളൊക്കെ ഒരുക്കുന്നു. സോങ്ങിന്റെ രണ്ട് ഫ്രണ്ട്സിന്റെ അടുത്തായിട്ട് ജീനാനെ കുറിച്ച് പറയുകയാണ്. തന്റെ ബോയ് ഫ്രണ്ടിനെ തട്ടിയെടുക്കുവാനായിട്ട് ശ്രമിച്ച ആളായിരുന്നു ജീനാൻ എന്ന രീതിക്കാണ് അവൾ സംസാരിക്കുന്നത്. എന്തായാലും ബോയ് ഫ്രണ്ടിനെ തനിക്ക് തിരിച്ചു കിട്ടിയിരിക്കുന്നു. അത് കൂടാതെ ഹോലിക്കെതിരായിട്ട് ഫേക്ക് ന്യൂസ് ഒക്കെ കൊടുത്ത ആ ഒരു റിപ്പോർട്ടർ ജീനാൻ ആയിരുന്നു എന്ന് കൂടി ആ ഫ്രണ്ട്സിന്റെ അടുത്ത് പറയുമ്പോഴത്തേക്കും ഫ്രണ്ട്സും ജീനാനെ ഒരുപാട് കളിയാക്കുകയും അവളുടെ അടുത്ത് ദേഷ്യപ്പെടുകയും ചെയ്യുന്നു. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ തിരിച്ചു പോവുകയാണെന്ന് ജീനാൻ പറയുമ്പോഴത്തേക്കും ഈ കേക്കിലൊക്കെ എന്തെങ്കിലും ചേർത്തിട്ടുണ്ടോ എന്ന് അറിയിക്കില്ലല്ലോ. സോ ജീനാൻ തന്നെ ഇതൊക്കെ കഴിച്ചു നോക്കിയിട്ട് പോയാൽ മതിയെന്ന് അവരും പറയുന്നു. എന്തായാലും കേക്കിന് പേ ചെയ്യേണ്ടത് സോങ് ആണല്ലോ. അങ്ങനെയിരിക്കെ അവളും കഴിക്കാമെന്ന് സമ്മതിക്കുന്നു. ഈ ഒരു സമയത്തായിരുന്നു ജീനാൻ അപകടത്തിലാണെന്നൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്ന ഹൂലിയും വേഷം മാറി അവിടേക്ക് എത്തുന്നത്. സോ ഹൂലി ഇടയ്ക്ക് ബെങ്ങിനെ കാണിക്കും. അവന്റെ കയ്യിലുണ്ടായിരുന്ന കുറെ ഫോട്ടോസ് ഒക്കെ താഴെ പോകുന്നത് വഴി ഹൂലി അതൊക്കെ എടുത്തു കൊടുക്കുകയും ചെയ്തിട്ട് നേരെ ജീനാന്റെ അടുത്തേക്കും വരുന്നു. ജീനാനെ കൊണ്ട് കേക്ക് കഴിപ്പിക്കുവാനായിട്ടായിരുന്നു ആദ്യം അവർ ശ്രമിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും പിന്നീട് ജീനാന്റെ മേത്തേക്കൊക്കെ ആ ഒരു കേക്ക് എറിയുവാനായിട്ടും അവർ ശ്രമിക്കുന്നു. പക്ഷേ ജീനാൻ മാറിക്കൊടുത്തത് കൊണ്ട് തന്നെ ആ കേക്ക് നേരെ ചെന്ന് വീണിട്ടുണ്ടായിരുന്നത് സോങ്ങിന്റെ ഡ്രസ്സിലേക്കായിരുന്നു. സോ ഡ്രസ്സൊക്കെ ചീത്തയായിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഫ്രണ്ട്സും സോങ്ങും ചേർന്നിട്ട് കേക്ക് ജീനാന്റെ മേത്തേക്ക് വലിച്ചെറിയുവാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും അവിടെ ഹോലി എത്തിയിട്ട് അവളെ രക്ഷിക്കുകയാണ്. അത് കൂടാതെ ഹൂലിയും അവളുടെ അടുത്തായിട്ട് എത്ര കേക്ക് വേണമെങ്കിലും അവരുടെ മേത്തേക്ക് എറിഞ്ഞു എന്ന് പറയുന്നത് കൊണ്ട് തന്നെ അവളും അവളുടെ ഇഷ്ടം പോലെ അവിടെ ഉണ്ടായിരുന്ന കേക്കുകളെല്ലാം തന്നെ സോങ്ങിന്റെ ഫ്രണ്ട്സിന്റെയും ദേഹത്തേക്കായിട്ട് വലിച്ചെറിയുന്നു. ഏറ്റവും ഒടുവിലായിട്ട് അവർ രണ്ടുപേരും കൂടി ചേർന്നിട്ട്, അതായത് ഹോലിയും ചീനാനും കൂടി ചേർന്നിട്ട് അവിടെ നിന്നും ഇറങ്ങി ഓടുകയാണ്. ഹോലി മാസ്ക് ഒക്കെ വെച്ച് വന്നിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ ജീനാനും അവനോട് മാസ്ക് ഊരിയിട്ട് കുറച്ച് ശുദ്ധവായുവൊക്കെ ശ്വസിച്ചോളുവാനായിട്ട് പറയുകയാണ്. സോ അവനും അങ്ങനെ വായുവൊക്കെ ശ്വസിച്ചിരിക്കുന്നു. ഈ ഒരു സമയത്ത് എല്ലാ പെൺകുട്ടികളെയും പോലെ തന്നെ രക്ഷിക്കുവാനായിട്ട് ഒരു രാജകുമാരൻ വരുമെന്ന ആഗ്രഹമൊക്കെ എനിക്കും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആകട്ടെ ശരിക്കും അതൊക്കെ നടന്നിരിക്കുന്നു. എനിക്കും ഒരു രാജകുമാരനെ പോലെയാണ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നതെന്നൊക്കെ അവളും ഓർക്കുന്നു.